ഹലോ മക്കളെ, ഹായ്. എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋതു മിസ്സാണ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ്. അതായത് വാക്സിനേഷൻസ്. വാക്സിനേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 5ാം ക്ലാസ്സിലോ മറ്റും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ വാക്സിനേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഈ വീഡിയോ കാണുമ്പോൾ അമ്മമാർക്കും കാണിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം കേൾക്കുമ്പോൾ അയ്യോ ദൈവമേ പേടിക്കുന്ന ഒരു സാധനമാണ് അല്ലെ. വാക്സിനേഷൻ എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ. എന്നാൽ ഇഞ്ചക്ഷൻ മാത്രമല്ലല്ലോ, വായുടെ പോളിയോ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഏതൊക്കെ വയസ്സിൽ ഏതൊക്കെ വാക്സിനേഷൻസ് ആണ് എടുക്കാനുള്ളത് എന്ന കാര്യം നിങ്ങൾ പഠിച്ചവരുണ്ടെങ്കിൽ അവർക്ക് ഒന്നും കൂടി പഠിക്കാൻ വേണ്ടിയിട്ടും പഠിച്ചു കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ 10-16 വയസ്സിനുള്ളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ എന്താണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്മ്യൂണിറ്റി? നമ്മൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന കുട്ടികളാണോ നമ്മള്? ആണോ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പനി, ജലദോഷം, ചുമയൊക്കെ വരുന്നവരാണെങ്കിൽ അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അങ്ങനെയാണ് പറയാം. ഇമ്മ്യൂണിറ്റിയുടെ അർത്ഥം എന്താ? പ്രതിരോധ ശേഷി എന്നാണ് അർത്ഥം അല്ലെ. പ്രതിരോധ ശേഷി, അതായത് ഇപ്പൊ രോഗാണുക്കളുടെ പ്രവേശനം തടയാനും നമ്മുടെ ശരീരത്തില് രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച രോഗാണുക്കൾ എന്ന് പറഞ്ഞാൽ ജേംസ് അല്ലെങ്കിൽ ബാക്ടീരിയസ് ഒക്കെ അല്ലെ, അവരെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാൻ, രോഗങ്ങളൊക്കെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ആ രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള ശരീരത്തിന്റെ കഴിവിനെ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. ഈ ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്സ് ഉണ്ട്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ചെറുത്ത് നിൽക്കാനുമുള്ള ശരീരത്തിന്റെ സ്വാഭാവിക കഴിവ്. ഇപ്പൊ ഒരു ചുമയൊക്കെ വരികയാണെങ്കിൽ അത് വേഗം, മരുന്നൊന്നും കഴിക്കാതെ വേഗം മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഇനി അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതാണ് മക്കളെ ഈ വാക്സിനേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ വാക്സിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രതിരോധ കുത്തിവയ്പ്പുകൾ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതാണ് ഏത്? അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇമ്മ്യൂണിറ്റി രണ്ട് ടൈപ്സ് ആണുള്ളത്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രതിരോധ ശക്തി അല്ലെങ്കിൽ പ്രതിരോധ ശേഷി എന്നാണ് അർത്ഥം. ഓക്കെ, എന്താന്ന് മനസ്സിലായല്ലോ? രണ്ടെണ്ണമാണത്. നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറച്ച് പ്രതിരോധ ശക്തികളുണ്ട്, അതുപോലെ തന്നെ അക്വയർഡ്, അതായത് ആർജിത പ്രതിരോധ ശേഷി എന്നർത്ഥം. അതായത് ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതാണ് ഏത്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി അഥവാ ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ അതിജീവിച്ച രോഗങ്ങൾ കുറേ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ നിങ്ങളുടെ മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, വസൂരി, പ്ലേഗ്, പോളിയോ എന്നിവയെല്ലാം ഈ അക്വേർഡ് ഇമ്മ്യൂണിറ്റി വഴി അതായത് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ അതിജീവിച്ച രോഗങ്ങളാണ്. ഈ വസൂരി, പ്ലേഗ്, പോളിയോ എന്നിവയൊക്കെ. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ രോഗങ്ങളും ഈ പ്രതിരോധ കുത്തിവയ്പ്പ് വഴി തടയാൻ കഴിയുന്ന ഒരു രോഗമാണ്. ഇതെല്ലാം നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വഴി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ചെറിയ പനിയൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഒരു ചുക്ക് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെ. എന്നാലും നമ്മൾ ചുക്ക് കാപ്പി കുടിക്കുന്നുണ്ട്, ഒന്നും കഴിക്കാതെ മാറുകയാണെങ്കിൽ ദാറ്റ് ഈസ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെ. എന്നാൽ അക്യൂട്ട് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ വഴി മാറാൻ മാത്രം. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ വസൂരി വന്നു കഴിഞ്ഞാൽ, പ്ലേഗ്, പോളിയോ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ഒന്നും നാച്ചുറൽ ഇമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന സംഭവങ്ങളല്ല. അതിന് എന്ത് തന്നെ വേണം? അതിന് ഇഞ്ചക്ഷൻ തന്നെ വേണം, അല്ലെങ്കിൽ വാക്സിനേഷൻ തന്നെ വേണം. അപ്പോൾ അതുവഴി എന്താണ്? പ്രതിരോധ കുത്തിവയ്പ്പ് വഴി തടയാൻ കഴിയുന്ന രോഗങ്ങളെ എങ്ങനെയാണ് നമ്മൾ ആർജിക്കുന്നത്? എങ്ങനെയാണ് പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എന്താണ്? ആർജിത പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഏതൊക്കെ വയസ്സിലാണ് നമ്മൾ എടുത്തത്? അമ്മമാരോട് ചോദിക്കുക, അമ്മ ഇതൊക്കെ എനിക്ക് എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വയസ്സിലാണ്? ഇതൊക്കെ എടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് വേഗം തന്നെ എടുക്കേണ്ടതാണെന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മമാരെ ഓർമ്മിപ്പിക്കുക. ഓക്കെ. അപ്പൊ ആദ്യത്തെ എന്ന് പറയുന്നത് ഓറൽ പോളിയോ വാക്സിൻ ആണ് കേട്ടോ. ഓറൽ പോളിയോ വാക്സിൻ കേട്ടിട്ടുണ്ടാവും. OPV അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ is an attenuated vaccine used to prevent poliomyelitis. അതായത് എന്താണ്? പോളിയോ രോഗങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വാക്സിൻ ആണ് ഏത്? OPV. ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് അല്ലെ. ആ പേരിൽ നോക്കിക്കേ, ഓറൽ പോളിയോ വാക്സിൻ എന്നാ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ മക്കളെ? വായിലൂടെ, ഓറൽ വഴിയാണ്
അല്ലെ, വായിലൂടെയാണ് മരുന്ന് തരുന്നുണ്ടാവുക. 2 ഡ്രോപ്പ് ഒക്കെ ആയിട്ടായിരിക്കും തരിക അല്ലെ. ഇറ്റ് ഇസ് എൻ അറ്റുനേറ്റഡ് വാക്സിൻ യൂസ് ടു പ്രിവെന്റ് പോളിയോമൈലൈറ്റിസ്. എന്തൊക്കെയാണ് അതിന്റെ ഡോസിങ് ഉണ്ടോ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അതായത് ജനിച്ചപ്പോൾ തന്നെ എന്ത് തരും, OPV, അതായത് ഓറൽ പോളിയോ വാക്സിൻ തരും ജനിച്ചപ്പോൾ തന്നെ. രണ്ടാമത്തെ ഡോസ്, ആദ്യത്തെ ഡോസ് 6 വീക്സിൽ OPV1. അപ്പം ജനനസമയം ഉണ്ടായിരിക്കും. ഇനി OPV1 6 വീക്സ് ആകുമ്പോൾ OPV1 ഉണ്ടായിരിക്കും. 10 വീക്സ് നമ്മൾ വളരെ ചെറുതായിരുന്നപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്, OPV2 ഉണ്ടായിരിക്കും. 14 വീക്സ് OPV3 ഉണ്ടായിരിക്കും. 16 to 24 മന്ത്സിൽ ബൂസ്റ്റർ ഡോസ് ഉണ്ടായിരിക്കും. 4 to 6 ഇയേഴ്സിൽ എന്തുണ്ടായിരിക്കും, അടുത്ത ബൂസ്റ്റർ ഡോസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ നമ്മൾ പഠിച്ചു പോവാ ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ്, ജനന സമയത്ത്. ആദ്യം നമ്മൾ അറിയാൻ പറ്റില്ല അല്ലെ. 6 വീക്സ് ആകുമ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, 10 വീക്സ് ആകുമ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, 14 വീക്സ് ആകുമ്പോൾ ഒരു ചെറിയ ഓർമ്മയൊക്കെ വരും. വായൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഒറ്റിക്കുകയാണ്. 2 ഡ്രോപ്പ് ആണ്, കണ്ടോ, ഒരു ഡോസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ഡ്രോപ്പ് ആണ്. ഇത് പോളിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ പോളിയോയുടെ മലം എന്താണെന്ന് അറിയോ, പിള്ളവാതം എന്നാണ് കേട്ടോ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓറൽ പോളിയോ വാക്സിൻ എടുക്കുന്നത്. 14 വീക്സ് ആകുമ്പോൾ എന്താണ്, തേർഡ് ഡോസ് ആഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ 4 to 6 ഇയേഴ്സ് അങ്ങനെ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യാറില്ല. 16 to 24 മന്ത്സിലാണ് നിർത്താറ്. എന്നിരുന്നാലും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോ ഏതൊക്കെയാണ് പഠിച്ചിട്ട് പൊക്കോളൂ. ഏതാണ്, ജനന സമയത്ത് ആദ്യത്തെ അല്ലെ, 6 ആഴ്ചയാവുമ്പോൾ രണ്ടാമത്തെ അല്ലെ, 6 ആഴ്ചയാവുമ്പോൾ രണ്ടാമത്തെ, 10. അപ്പൊ എങ്ങനെയാണ്, 6, 10, 14, 16 to 24. 6, 10, 14, 16 to 24 പഠിച്ചില്ലേ. OPV ഡോസിംഗ് ഷെഡ്യൂൾ എങ്ങനെയാണ്, 6, 10, 14, 16 to 24 അത് കൊടുക്കുക. OPV1 6, OPV2 10, OPV3 14, 16 to 24 ബൂസ്റ്റർ ഡോസ് ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് അറിഞ്ഞു വെക്കാൻ വേണ്ടി മാത്രം കൊടുത്താൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയായിരിക്കും. ഓക്കെ, 6 വീക്സിൽ OPV1, 10 വീക്സിൽ OPV2, 14 വീക്സിൽ OPV3, 16 to 24 മന്ത്സിൽ ബൂസ്റ്റർ ഡോസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതാണ് നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ഇരിക്കുന്നത്, സ്ട്രോങ് ആയിട്ട് നമ്മുടെ വീഡിയോ ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലെ. അടുത്തൊരു വാക്സിൻ ആണ് BCG വാക്സിൻ എന്ന് പറയുന്നത്. ഈ BCG എന്ന് പറയുന്നത് ജനിച്ച ഉടനെ തന്നെ എടുക്കുന്ന ഒരു വാക്സിൻ ആണ് കേട്ടോ. ഈ BCGയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ, ബാസിലസ് ഗാൽമെറ്റ് ഗുറിൻ എന്നാണ് BCGയുടെ ഫുൾ ഫോം. ബാസിലസ് ഗാൽമെറ്റ് ഗുറിൻ എന്നാണ് കേട്ടോ. ബാസിലസ് ഗാൽമെറ്റ് ഗുറിൻ, അതാണ് BCG. അത് ജനന സമയത്ത് തന്നെ എടുക്കുന്നതാണ്. ഇത് ഇഞ്ചക്ഷൻ ടൈപ്പ് ആണ്. ഇത് നമ്മുടെ ലെഫ്റ്റ് ആമിലാണ് കൂടുതലായിട്ടും എടുക്കാറുള്ളത്, ഇടത് കൈയിൽ കേട്ടോ. അവിടെയാണ് എടുക്കാറുള്ളത്. ഇപ്പൊ പണ്ട് നമ്മുടെ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അവർക്ക് പണ്ട് ഒരു അടയാളം, ഈ ലൈഫ് ലോങ് വരുന്ന ഒരു അടയാളം ഉണ്ട്. അത് BCG വാക്സിന്റെ ആണ്. നിങ്ങൾ നോക്കിക്കോളൂ, വേഗം വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് അമ്മയുടെ കയ്യിൽ BCG വാക്സിൻ എടുത്തിട്ടുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിക്കോളൂ, അവിടെ കാണാം. അല്ലെങ്കിൽ അച്ഛന്റെ കയ്യിൽ BCG വാക്സിൻ എടുത്തിട്ടുണ്ടോ നോക്കട്ടെ, കാണാം. അവിടെ ഒരു റൗണ്ട് കളറിൽ, റൗണ്ടിൽ മറ്റോ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ വലിയൊരു പാടും ഒന്നും വരാറില്ല. പക്ഷെ പണ്ടുള്ളവർക്ക് അങ്ങനെ വരാറുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത് എന്ത് വാക്സിൻ ആണ് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാണ് അമ്മേ BCG വാക്സിൻ എന്ന് റിതു മിസ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് BCG വാക്സിൻ, ജനന സമയത്ത് നമുക്ക് എടുക്കുന്നതാണ്. ഈ BCG വാക്സിൻ എടുക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ, ക്ഷയരോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ചൈൽഡ്ഹുഡ് ട്യൂബർക്ലോസിസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചക്ഷൻ ആണ് കേട്ടോ BCG വാക്സിൻ. അപ്പൊ നമ്മൾ 2 എണ്ണം പഠിച്ചു. ഏതൊക്കെയാണ്, OPV അല്ലെ, പോളിയോ വാക്സിൻ, ഓറൽ പോളിയോ വാക്സിൻ ജനന സമയത്ത് എടുക്കുന്നു, 6 വീക്സിൽ എടുക്കുന്നു, 10 വീക്സിൽ എടുക്കുന്നു, 16 വീക്സിൽ, സോറി 16 വീക്സ് ആണോ, 14 വീക്സിൽ എടുക്കുന്നു, 16 to 24 വീക്സിൽ എടുക്കുന്നു അല്ലെ. നമ്മളത് പറഞ്ഞു. ഇനി അടുത്ത വാക്സിൻ ഏതാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തതാണ് TD വാക്സിൻ. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, ഉണ്ടോ, ഇല്ലല്ലോ. ഓറൽ പോളിയോ വാക്സിൻ മനസ്സിലായല്ലോ, എപ്പോഴാണ് എടുക്കുന്നത്, ജനിച്ച ഉടനെ തന്നെ എടുക്കുന്നു. ജനിച്ച ഉടനെ തന്നെ എടുക്കുന്ന വേറെ വാക്സിൻ നമ്മൾ പറഞ്ഞല്ലോ, ഏതാണ്, BCG വാക്സിൻ ആണ് അല്ലെ. ഇനി അടുത്തത് TD വാക്സിൻ ആണ്. ഈ TD കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ, ടെറ്റനസ് ഡിഫ്തീരിയ എന്നാണ് TDയുടെ ഫുൾ ഫോം. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ടെറ്റനസ് ഡിഫ്തീരിയ എന്നുള്ളതാണ്. ഈ 2 രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ TD വാക്സിൻ എടുക്കുന്നത്. ഇതൊന്നും നമുക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വഴി നമുക്ക് തടയാൻ സാധിക്കാത്ത രോഗങ്ങളാണ് ഈ ടെറ്റനസും ഡിഫ്തീരിയ ഒക്കെ കേട്ടോ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ TD വാക്സിൻ എടുക്കുന്നത്. അതിൽ നമുക്ക് ഈ 2 എണ്ണം മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി പ്രഗ്നന്റ് വുമൻസിനുള്ളതാണ്. അത് നമുക്ക് ആവശ്യമില്ല. ഈ 2 എണ്ണം അയോടെ എപ്പോഴൊക്കെ എടുക്കുക, 10 വയസ്സെടുക്കും. ഓക്കെ, 10 ഇയേഴ്സ് ചിൽഡ്രൻ. അപ്പൊ 10 വയസ്സിലെടുക്കും. അതുപോലെ തന്നെ 16 വയസ്സിൽ എടുക്കും കേട്ടോ. ഫസ്റ്റ് ഡോസ് 10 വയസ്സിലാണ്, സെക്കൻഡ് ഡോസ് 16 വയസ്സിലാണ്. അപ്പൊ 10 വയസ്സുള്ള കുട്ടികളുണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ, എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. ഓക്കെ, സെക്കൻഡ് ഡോസ് എപ്പോഴാണ്, 16 വയസ്സിലാണ് കേട്ടോ. 16 വയസ്സിലേക്ക് സ്കൂളിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. ഇഞ്ചക്ഷൻ തന്നെയാണ് കേട്ടോ. 10 വയസ്സിലും എടുക്കും, കയ്യിലാണ്. 16 വയസ്സിലും എടുക്കും TD വാക്സിൻ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, ഏത് വരാതിരിക്കാന്, ടെറ്റനസ് ഡിഫ്തീരിയ. അതുകൊണ്ട് തന്നെയാണ് എന്തെന്ന് പേര്, TD. കണ്ടോ,
ഈ ടെറ്റനസിന്റെ ഫസ്റ്റ് ലെറ്റർ അല്ലെ, ഡിഫ്തീരിയയുടെ ഫസ്റ്റ് വൺ, അപ്പൊ TD. അപ്പൊ ഇത് വന്നിട്ട് TD1 എപ്പോഴെടുക്കുക? 10 വയസ്സിലെടുക്കും കേട്ടോ. TD2 എപ്പോഴെടുക്കുക? 16 വയസ്സിലായിരിക്കും എടുക്കുക. അപ്പൊ TD വാക്സിനെ കുറിച്ച് മനസ്സിലായല്ലോ, 10ഉം 16ഉം അല്ലേ? അല്ലേ മക്കളെ? ഇനി അടുത്തത് നമുക്ക് നോക്കാം കേട്ടോ. അടുത്തത് വന്നിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി. ഇത് നമ്മൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾ അറിയാതെ കുറെ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ജനിച്ച ഉടനെ തന്നെ എത്ര കുത്താ ദൈവമേ കിട്ടുന്നതെന്ന് ആലോചിച്ച് പേടിക്കൊന്നും വേണം, നമ്മൾ പറയുന്നില്ലല്ലോ. ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെ, ഹെപ്പറ്റൈറ്റിസ് ബി അത് ജനന സമയത്ത് എടുക്കുന്നതാണ്. എന്താണ്? അതും ഇഞ്ചക്ഷൻ തന്നെയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ ലിവറിനെ എഫക്ട് ചെയ്യുന്ന ഒരു രോഗമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്. നമുക്ക് ഇഞ്ചക്ഷനിലൂടെ മാത്രം മാറ്റാൻ പറ്റുന്ന, അല്ലെങ്കിൽ വാക്സിനേഷനിലൂടെ മാത്രം മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വരുന്ന യാതൊരു പേടിയും വേണ്ട. ഓക്കെ, അപ്പൊ വാക്സിൻ എടുക്കരുതെന്നോ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. എന്താണ്? വാക്സിൻ അതാത് സമയത്ത് എടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അക്വേർഡ് ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുള്ളൂ. നാച്ചുറൽ ഇമ്മ്യൂണിറ്റി നമുക്ക് എങ്ങനെയാ കിട്ടാം? TV നോക്കിക്കൊണ്ടിരുന്നിട്ടോ മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നിട്ടോ നമുക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടില്ല. ഓക്കെ, കളിച്ച് അല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ച് ഒരുപാട് കളികൾ കളിക്കുമ്പോഴല്ലേ, നമ്മൾ ഒരുപാട് ഗെയിംസ് കളിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടുള്ളൂ അല്ലെ? പുറത്തിരുന്ന് വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ചീരയിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് വൈറ്റമിൻസ് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം അങ്ങനെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കിട്ടും. എന്നാൽ ഇതൊന്നും കിട്ടാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊന്നും കിട്ടാത്ത ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ എവിടുന്ന്? ഈ വാക്സിനേഷൻ വഴി നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ ജനനസമയത്ത് എടുക്കുന്ന മൂന്നാമത്തെയാണ് അല്ലെ. OPV ജനനസമയത്ത് എടുക്കുന്നു എന്ന് പറഞ്ഞു, ബാസിലസ് കാൽമെറ്റ്-ഗുറിൻ ജനനസമയത്ത് എടുക്കുന്നു എന്ന് പറഞ്ഞു, ഹെപ്പറ്റൈറ്റിസ് ബി ജനനസമയത്ത് എടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ. ഓക്കെ, ഇനി അടുത്തത് ഏതാണ് നോക്കാം നമുക്ക്. അടുത്തത് റോട്ടാ വൈറസ് വാക്സിൻ ആണ് കേട്ടോ. ഈ റോട്ടാ വൈറസ് വാക്സിനും ഏതിന്റെ ഒപ്പം? ഈ OPVയുടെ ഒപ്പം കൊടുക്കുന്നതാണ്. ഒന്ന് ഓർത്ത് വെക്കുക. OPV നമ്മൾ പറഞ്ഞില്ലേ, ഓറൽ പോളിയോ വാക്സിൻ. അത് ഈ റോട്ടാ വൈറസ് വാക്സിൻ എന്ന് പറയുന്നത് ഈ വയറിളക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറിയ കണ്ടോ അവിടെ കൊടുത്തിട്ടുണ്ടേ, ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിസീസ് പ്രിവെന്റ് റോട്ടാ വൈറസ് ഡയേറിയ. അപ്പൊ ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമല്ല, കുത്തല്ല, വായിലൂടെ തരികയാണ്. ഓക്കെ, വായിലൂടെ തരികയാണ് കേട്ടോ. അത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഡ്രോപ്പ് കാണിച്ചിരിക്കുന്നത് വായിലൂടെ തരികയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ തരും. അപ്പൊ വായിലൂടെ തരികയാണ്, അപ്പൊ കുഴപ്പമില്ല അല്ലെ. റോട്ടാ വൈറസ് വാക്സിൻ നമ്മൾ OPVയുടെ കൂടെ തന്നെ തരുന്നതാണ്. OPV നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എപ്പോഴൊക്കെയാ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എപ്പോഴൊക്കെയാണ്? 6 അല്ലെ, 6 വീക്സിൽ, 10 വീക്സിൽ, 14 വീക്സിൽ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ആ OPVയുടെ ഒപ്പം കൊടുക്കുന്നതാണ് ഏത്? ഈ റോട്ടാ വൈറസ് എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാ മക്കളെ കൊടുക്കുന്നത്? 6, 10, 14. ഓക്കെ, 6, 10, 14 ആ സമയത്ത് കൊടുക്കുന്നതാണ് ഈ റോട്ടാ വൈറസ് വാക്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ 6 വീക്സിലും 10 വീക്സിലും 14 വീക്സിലും കൊടുക്കുന്ന രണ്ടെണ്ണം നമ്മൾ പഠിച്ചു അല്ലെ. ഏതൊക്കെയാണത്? OPVയും അതുപോലെ തന്നെ RVV. പഠിക്കാൻ എളുപ്പത്തിന് RVV കണ്ടോ. RVV എന്താണ്? RVV പറയാനുള്ള കാര്യം, റോട്ടാ വൈറസ് വാക്സിൻ. RVV, OPV ഓറൽ പോളിയോ വാക്സിൻ. രണ്ടും 6 വീക്സിൽ, 10 വീക്സിൽ, 14 വീക്സിൽ കൊടുക്കുന്നു. എന്നാൽ OPV അഥവാ ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ എപ്പോ കൊടുക്കുന്നുണ്ട്? ജനന സമയത്ത് കൊടുക്കുന്നുണ്ട്. ജനന സമയത്ത് കൊടുക്കുന്ന വാക്സിനുകൾ ഏതൊക്കെയാണ്? വേഗം പറയൂ, ഓർത്തെടുത്ത് പറയൂ. OPV ജനനസമയത്ത് കൊടുക്കുന്നുണ്ട്, BCG ജനനസമയത്ത് കൊടുക്കുന്നുണ്ട്, ഹെപ്പറ്റൈറ്റിസ് ബി ജനനസമയത്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? RVV ജനനസമയത്ത് കൊടുക്കുന്നുണ്ടോ? ഇല്ല, 6, 10, 14 വീക്സിലാണ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തത് FIPV. FIPV എന്താണ്? FIPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷണൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ് കേട്ടോ. ഫ്രാക്ഷണൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ്. ഇത് എപ്പോഴൊക്കെയാ കൊടുക്കുന്നത്? 6, 10, 6, 14 അല്ലേ. ഫ്രാക്ഷണൽ പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് എപ്പോഴാണ്? 6 വീക്സിൽ, 14 വീക്സിൽ, 9 മന്ത്സിലാണ് കൊടുക്കുന്നത്. ആ 9 മന്ത്സ് വിട്ട് കഴിഞ്ഞാൽ 12 മന്ത്സിന്റെ ഉള്ളിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒരു വയസ്സിനുള്ളിൽ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. FIPV 6 വീക്സ്, 14 വീക്സ്, 9 to 12 മന്ത്സ് കേട്ടോ. പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ് ആണ്. 6 വീക്സ്, 14 വീക്സ്, 9 to 12 months ഓഫ് ഏജ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഏത് രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്? പോളിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ. FIPV1, FIPV2, FIPV3 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. ഇനി അടുത്തത് PCV വാക്സിൻ. PCV വാക്സിൻ എപ്പോഴാണ് കൊടുക്കുന്നത്? PCV പറഞ്ഞാൽ എന്താ? ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് ആണ് കേട്ടോ. അതായത് PCV വാക്സിൻ ഈ ന്യൂമോണിയ ഒക്കെ വരാതിരിക്കാനാണ്. കണ്ടോ, ന്യൂമോകോക്കൽ ന്യൂമോണിയ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ PCV വാക്സിൻ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ.
ഇത് ഇഞ്ചക്ഷൻ ആണ്. PCV എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ ആണ്. നമ്മൾ 6 വീക്സിൽ കൊടുക്കണം, 14 വീക്സിൽ കൊടുക്കണം, 9 മന്ത്സിൽ കൊടുത്തിരിക്കണം കേട്ടോ. 6 വീക്സ്, 14 വീക്സ്, 9 മന്ത്സിൽ കൊടുത്തിരിക്കണം. ഇത് ന്യൂമോണിയ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ ആണ് ഇത് PCV വാക്സിൻ. അപ്പൊ 6 വീക്സിൽ ഒരുപാടുണ്ട് അല്ലേ. OPV നമ്മൾ കഴിച്ചു, പിന്നെ ഏതാ 6 വീക്സിൽ RBV എന്താ റോട്ടാ വൈറസ് വാക്സിൻ നമ്മൾ കഴിച്ചു. FIPV 6 വീക്സിലാണ്. അടുത്തത് PCV 6 വീക്സിൽ കൊടുക്കുന്ന ഒരു മരുന്നാണ്. നമുക്ക് മനസ്സിലായി അല്ലെ. മനസ്സിലായല്ലോ PCV. ഇനി അടുത്തത് ഏതാന്ന് അറിയാമോ? MR വാക്സിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. MR വാക്യം കിട്ടുന്നുണ്ടല്ലോ. MR വാക്സിൻ ആണ്. ഇത് മീസിൽസ് റുബെല്ല ഇത് ഈ രണ്ട് രോഗങ്ങളാണല്ലോ ഈ മീസിൽസ് റുബെല്ല എന്ന് പറയുന്നത്. മീസിൽസ് അല്ല മീസലസ് ആണ് കേട്ടോ പറയാം. മീസിൽസ് റുബെല്ല വാക്സിൻ. അപ്പൊ മീസിൽസ് റുബെല്ല വരാതിരിക്കാനുള്ള ഒരു വാക്സിൻ ആണ്. 9 to 12 months and 16 to 24 monthസിലാണ് അത് കൊടുക്കുക. 9 to 12 months 9 മന്ത്സിൽ കൊടുക്കണം എന്നാണ് നമ്മുടെ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് 16 to 24 months ആയാലും സാരമില്ല. അപ്പൊ 9 മന്ത്സിൽ കൊടുക്കണം. അതുപോലെ തന്നെ 16 to 24 monthസിൽ കൊടുക്കേണ്ട വാക്സിൻ ആണ് MR വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ മീസിൽസ് റുബെല്ല വാക്സിൻ 9 മന്ത്സ് അതുപോലെ തന്നെ 16 to 24 monthസിൽ കൊടുക്കേണ്ട ഒരു വാക്സിൻ ആണ് കേട്ടോ. അടുത്തത് ഏതാണെന്ന് അറിയാം? DPT വാക്സിൻ ആണ് കേട്ടോ. DPT ഇത് ഈ രോഗങ്ങളുടെ പേരിൽ തന്നെയാണ്. അപ്പൊ ഈ വാക്സിൻ പഠിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആ രോഗങ്ങളുടെ പേര് പിന്നെ പഠിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി DPT, D4 ഡിഫ്തീരിയ, P4 പെർട്ടുസിസ് ആൻഡ് T4 ടെറ്റനസ്. അപ്പൊ ഈ മൂന്നും, ഈ ടെറ്റനസ് രോഗം എങ്ങനെ വരാന്നറിയോ? മണ്ണിലൊക്കെ കളിക്കുമ്പോഴാണ് ഈ ടെറ്റനസ് വരിക കേട്ടോ. ഓക്കെ, അപ്പോ ഈ രോഗങ്ങളെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാക്സിൻ ആണ് ഈ DPT വാക്സിൻ എന്ന് പറയുന്നത്. അതും ഇഞ്ചക്ഷൻ തന്നെയാണ്. DPT ആണ് കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വാക്സിൻ. കുറച്ച് വേദന എടുക്കുന്ന ഒരു വാക്സിൻ, ഒരു കടച്ചിലൊക്കെ ഉണ്ടാകുന്ന ഒരു വാക്സിൻ ആയി DPT എന്ന് പറയുന്നത്. അത് എപ്പോഴൊക്കെയാണ് കൊടുക്കുക? 16 to 24 monthസിൽ അല്ലെ, 2 വയസ്സിനുള്ളിൽ കൊടുക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ബൂസ്റ്റർ 5 to 6 years ആണ്. സെക്കൻഡ് ബൂസ്റ്റർ വന്നിട്ട് 5 to 6 yearsലാണ് DPT വാക്സിൻ കൊടുക്കുന്നത്. അപ്പോൾ ഡിസീസ് പ്രിവെന്റ് ഡിഫ്തീരിയ, പെർട്ടുസിസ് ആൻഡ് ടെറ്റനസ് ഇങ്ങനത്തെ ഡിസീസുകളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഏത് കൊടുക്കുന്നത്? DPT വാക്സിൻ കൊടുക്കുന്നത് കേട്ടോ. DPT അപ്പൊ ആദ്യത്തേത് കൊടുക്കുന്നത് DPT ബൂസ്റ്റർ കൊടുക്കുന്നത് 16 to 24 monthസിലും, അതുപോലെ DPT 2 കൊടുക്കുന്നത് 5 to 6 yearsലാണ് എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക കേട്ടോ. അടുത്തത് വിറ്റാമിൻ എ സപ്ലിമെന്റേഷൻ ആണ്. ഈ വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് typically given to children between the ages of 9 months and 16 to 24 months. അത് വൈറ്റമിൻ എ വായിൽ ഓറലി തന്നെയാണ്. അത് 9 monthസിൽ കൊടുക്കണം. അതുപോലെ തന്നെ 16 to 24 months. ഈ 16 to 24 months എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാസമാണ്. ഈ 1 to 2 വയസ്സ് നമുക്ക്. അപ്പൊ ഇത് വരാതിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ബ്ലൈൻഡ്നെസ്, അത് കണ്ണിന് ശക്തി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ എ. അന്ധത വരാതിരിക്കാനുള്ളതാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ആദ്യത്തെ ഡോസ് 9 monthസിൽ കൊടുക്കണം. രണ്ടാമത്തെ ഡോസ് ആണ് 16 to 24 monthസിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? MR വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? MR എന്ന് പറഞ്ഞാൽ മീസിലസ് റുബെല്ല വാക്സിൻ എന്നാണ് അല്ലെ. MR എന്ന് പറഞ്ഞാൽ മീസിലസ് റുബെല്ല വാക്സിൻ എന്നാണ്. എവിടെയാണ് മക്കളെ? MR മീസിലസ് റുബെല്ല വാക്സിൻ എന്നാണ്. 9 to 12 monthസിൽ കൊടുക്കേണ്ടതാണ്. 16 to 24 monthസിൽ കൊടുക്കേണ്ടതാണ്. DPT വാക്സിൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബൂസ്റ്റർ കൊടുക്കേണ്ടത് 16 to 24ലാണ്. സെക്കൻഡ് ബൂസ്റ്റർ വന്നിട്ട് 5 to 6 years ആണ്. ഏതൊക്കെ രോഗങ്ങളിൽ നിന്നാണ് ഇത് തടയാം? ഡിഫ്തീരിയ, D4 ഡിഫ്തീരിയ, P4 പെർട്ടുസിസ് ആൻഡ് T4 ടെറ്റനസ് എന്ന രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത് DPT വാക്സിൻ കൊടുക്കുന്നത്. ഇതിന്റെ ഡോസ് 0.5 ml ആണ്. ഇഞ്ചക്ഷൻ ആണ് കേട്ടോ. ഇനി വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ ഈസ് typically given to children between the ages of 9 months and 16 to 24 months for എന്താണ്? ബ്ലൈൻഡ്നെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ബ്ലൈൻഡ്, അപ്പോൾ അതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അന്ധത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എന്തൊക്കെയാണ്? ഈ വാക്സിനേഷൻസ് പറഞ്ഞാൽ എന്താണ്? ഈ പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി എന്താണ്? നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കുത്തിവെക്കാൻ വേണ്ടി പോകുമ്പോൾ, വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് അറിയേണ്ട കാര്യമില്ല. കാര്യം ചെറിയൊരു വേദന സഹിച്ചാലും നമുക്ക് വലിയ വേദനകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ നമ്മൾ ഈ ചെറിയ വേദന സഹിക്കുന്നതെന്ന് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഓക്കെ, ഈ ടെറ്റനസ് ഒക്കെ കുറച്ച് പ്രശ്നമുള്ള ഒരു രോഗമാണ് ഈ ടെറ്റനസ്. അപ്പൊ ഇതൊക്കെ വരാതിരിക്കാൻ നമ്മൾ എന്തായാലും DPT വാക്സിൻ എടുത്തേ മതിയാവും. ഈ ടെറ്റനസ് എന്ന് പറഞ്ഞാൽ വേറൊരു പേരുണ്ട് കേട്ടോ, ലോക്ക് ജോ എന്ന പേര്. ഈ ജോസ് ലോക്ക് ആവുന്ന ഒരു അവസ്ഥ. അതായത് നമ്മളിപ്പോ ഉറക്കെ ചിരിക്കുക എന്ന് വിചാരിക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് ഹ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് വായടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരില്ലേ? അതാണ് ഈ ടെറ്റനസ് എന്ന് പറയുന്നത്, ലോക്ക് ജോ. ഓക്കെ, അപ്പോ അതൊന്നും വരാതിരിക്കാൻ വേണ്ടി, അത് വരുന്നത് എന്തിലൂടെയെന്ന് അറിയോ? മണ്ണിലൂടെയാണ്. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ? മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? മണ്ണിൽ ഒരുപാട് നേരം കളിക്കുന്നവരാണോ? മണ്ണിൽ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് നേരം കളിക്കുന്നവരാണെങ്കിൽ വിരശല്യം ഉണ്ടാകാം, ടെറ്റനസ് ഉണ്ടാകാം,
ഇനി വെള്ളം വഴി പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയോ? കോളറ, എലിപ്പനി, അതുപോലെ തന്നെ ടൈഫോയിഡ് ഒക്കെ വെള്ളത്തിലൂടെ വരുന്ന രോഗങ്ങളാണ്. അപ്പൊ ഇതൊക്കെ വരാതിരിക്കാൻ നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അമ്മനോട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മ അച്ഛ എനിക്ക് ഇതൊക്കെ എടുത്തിട്ടുണ്ടോ, എടുത്തിട്ടില്ലെങ്കിൽ എടുക്കേണ്ടതായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, അപ്പൊ അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കേണ്ടതാണെന്നുള്ള കാര്യം പറയുക. ഓക്കെ, അപ്പൊ എടുത്ത ക്ലാസ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കാൻ കേട്ടോ. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.